ജിൻഡോ ജോൺ ഇവിടെ ഇപ്പോൾ പറഞ്ഞത് അങ്ങനെ സഖാക്കൾ തന്നെ ആ കാര്യങ്ങൾ പരിശോധിക്കണം എന്നാണ്. അപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് ജിൻഡോ ജോണിനും കോൺഗ്രസിനും മനസ്സിലായി തുടങ്ങി എന്ന് വേണം കാണാൻ. കാരണം ആ ഭയത്തിൽ നിന്നാണ് സഖാക്കളായിട്ടുള്ള നിങ്ങളെങ്കിലും വിചാരിച്ചാൽ മാത്രമേ ഇനിയിപ്പോൾ എന്തെങ്കിലും ഈ തുടർഭരണത്തെയും LDFിൻ്റെ മുന്നേറ്റത്തെയും തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിയൂ. ഞങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല എന്ന് തന്നെ ഇപ്പോൾ പരസ്യമായി സമ്മതിക്കുന്ന രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഏതായാലും അതിന് അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. പിന്നെ സച്ചിദാനന്ദ മാഷൊക്കെ പറഞ്ഞത് വേറൊരു കാര്യമാണ്. അദ്ദേഹം കൂടുതൽ അതുമായി ബന്ധപ്പെട്ട വിശീലനം നടത്തിയിട്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ നാട് വർഗീയ ശക്തികൾക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി പാടില്ല. ഈ നാട് ഇനിയും പുരോഗതിയിലേക്ക് പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അത് ജനങ്ങളുടെ ജീവിതത്തെ ഏറ്റവും നല്ല നിലയിൽ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രതിഫലനമാണ് ഒരു തുടർഭരണത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഇനി ആരുടെ കൈകളിലേക്കാണ് എത്തിക്കേണ്ടത്? ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ചേലക്കരയിൽ അത്ര വലിയ സംഘടനാ സ്വാധീനമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം സംഘടനാ സ്വാധീനമൊന്നും ഉണ്ടാവില്ല. കാരണം കോൺഗ്രസിനകത്ത് ഇപ്പം തന്നെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് 3-4 ആളുകൾ കുപ്പായമിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് ആണെങ്കിൽ RSSൻ്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന തിരക്കാണ്. കോൺഗ്രസിലേക്ക് വന്ന ഒരാളാണെങ്കിൽ പിന്നെ RSSന് കാര്യാലയം നിർമ്മിക്കാൻ സ്വത്ത് എഴുതി കൊടുക്കുന്ന തിരക്കിലാണ്. ഇവരുടെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ RSSൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്ന തിരക്കാണ്. ഇവരുടെ ചില സ്ഥാനാർത്ഥികളാണെങ്കിൽ SDPI എന്ന് പറയാൻ പോലും ഭയം കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി, SDPI ഇവരുടെ എല്ലാം വോട്ട് സമാഹരിക്കുന്ന തിരക്കിലാണ്. ഇങ്ങനെയെല്ലാമുള്ള പല പല തിരക്കുകൾക്കിടയിലാണ് ഇവരുള്ളത്. അതുകൊണ്ട് ഇവർക്ക് 9 വർഷം 8 വർഷം തുടർച്ചയായിട്ട് പ്രതിപക്ഷത്ത് ഇരുന്നിട്ടും അവർക്ക് കാര്യമായ നിലയിൽ ഒരു സംഘടനാ സംവിധാനമൊന്നും എവിടെയും ഒരുക്കി വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നത് ജിൻഡോ ജോൺ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതും അദ്ദേഹം പറഞ്ഞത് ശരിവെക്കുകയാണ്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ശക്തമായ ഒരു ഭരണവും ഈ ഭരണത്തിൻ്റെ തുടർച്ചയും ഇപ്പോൾ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയുമാണ്. നിങ്ങളൊന്ന് നോക്ക്, കേരളത്തിൽ എന്തെല്ലാം തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെയാണ് ഈ UDFിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ തടസ്സപ്പെടുത്തിയത്. ഓരോ നല്ല കാര്യം കേരളത്തിൽ ചെയ്യുന്ന ഘട്ടത്തിലും അതിനെല്ലാം തടസ്സപ്പെടുത്തിയില്ലേ? അറിയാവുന്നതാണ്. 5 വർഷം എന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ്, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അസാധാരണമായ സാഹചര്യത്തിലാണ് LDFിനൊരു തുടർഭരണം ഉണ്ടാകുന്നത്. അത് 3ാം തവണയും ഒരു സർക്കാരിലേക്ക്, ഒരേ മുന്നണിയിലേക്ക്, പാർട്ടിയിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും. ഇനി അതിനൊരു മാറ്റമേ ഉണ്ടാകില്ല എന്നത് ചിന്തിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന അത്ര ആത്മവിശ്വാസത്തിന്റെ ഉപോത്ബലകമാകുന്ന ഘടകങ്ങൾ എന്താണ്? അല്ല, അതൊക്കെ ജനങ്ങൾ ചിന്തിക്കട്ടെ. ഇപ്പം ജനങ്ങളിപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കിപ്പോൾ എന്തിനാണ് അങ്ങനെ അസ്വസ്ഥത? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പം അത് പറയാൻ കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ഉന്നയിച്ച ഒരു വാദത്തിനുള്ള മറുപടി എന്ന നിലയിലാണ്. UDF ആണ് ഈ പ്രചരണം ആദ്യം തുടങ്ങിയത്. UDF ഇവിടെ പ്രചരിപ്പിച്ചത് ചേലക്കരയിലാണ് യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടം, മറ്റ് സ്ഥലത്തെല്ലാം ഞങ്ങളുടെ സിറ്റിംഗ് മണ്ഡലമാണ്. അതുകൊണ്ട് ചേലക്കരയിൽ നിന്ന് 2026 ലിസ്ബസ് ടെസ്റ്റ് തുടങ്ങുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അത് സംബന്ധിച്ച് മറുപടി പറയേണ്ടി വന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് കോൺഗ്രസ് ആണ്. പറഞ്ഞല്ലോ, ഇത് തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു വിലയിരുത്തലാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നൊരു വെല്ലുവിളി ചോദിച്ചു. അതപ്പോ പക്ഷെ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയുണ്ടായില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. അപ്പൊ പാലക്കാട് UDFിന്റെ കോട്ടയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷെ ചേലക്കര നിങ്ങൾക്ക് പൊളിറ്റിക്കൽ വോട്ടുള്ള ഇടമാണ് എന്ന തിരിച്ചറിവിൽ നിന്നല്ലേ ആത്മവിശ്വാസം ഉണ്ടാവുന്നത്? സർക്കാരിന്റെ വിലയിരുത്തലല്ല പാലക്കാട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിനെ ആകെ അവലോകനം ചെയ്തുകൊണ്ട് ആ പ്രസംഗം നിങ്ങളുടെ വാർത്താ ബുള്ളറ്റിന്റെ തുടക്കത്തിൽ അത് വന്നാൽ ആ പ്രസംഗം കേൾപ്പിച്ചല്ലോ. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? പാലക്കാട് ഞങ്ങൾക്ക് ഒരു വോട്ടും കുറഞ്ഞിട്ടില്ല. പാലക്കാട് 2021 തെരഞ്ഞെടുപ്പിൽ ആകെ കേരളത്തിൽ ഇടതുപക്ഷ തരംഗമുണ്ടായപ്പോൾ 3 മണ്ഡലങ്ങളാണ് 3ാം സ്ഥാനത്തേക്ക് പോയത്. അതിൽ നിന്നും കുറെ കൂടി മുന്നോട്ട് വരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു വോട്ടും പാലക്കാട് കുറഞ്ഞിട്ടില്ല. പാലക്കാട് BJPക്ക് വോട്ട് കുറഞ്ഞു. BJPയുടെ വോട്ട് 11,277 കുറഞ്ഞു അല്ലേ? ആ വോട്ട് എങ്ങോട്ട് പോയി? അപ്പോൾ പാലക്കാട് BJPക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പാലക്കാട് ഇടതുപക്ഷത്തിന് ഒരു വോട്ടും കുറഞ്ഞിട്ടില്ല. കൂടുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പൊ ജിൻഡോ ജോൺ തുടക്കത്തിൽ പറഞ്ഞു, അയ്യോ ചിഹ്നമില്ലാത്തൊരു സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ സങ്കടപ്പെടുകയാണ്. ചിഹ്നം വേണ്ട, ചിഹ്നത്തിനപ്പുറത്ത്
ആണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. കാരണം നേരത്തെയും നടന്ന വിവിധ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് സ്വതന്ത്രമായിട്ട് ആളുകൾ മത്സരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിഹ്നമില്ലാത്ത ആളുകൾ മത്സരിക്കുന്നൊരു തെരഞ്ഞെടുപ്പ് എന്തോ ഒരു മോശം തെരഞ്ഞെടുപ്പാണ്, ഇടതുപക്ഷത്തിന് എന്തോ ഇത് വലിയ തിരിച്ചടിയാണ് എന്ന് മറ്റൊരാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ചിഹ്നമില്ലാതിരുന്നിട്ടും വോട്ട് കൂടി എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ചിഹ്നത്തെക്കുറിച്ചൊന്നും ജിൻഡോ ജോൺ ആശങ്കപ്പെടേണ്ടതില്ല. അതെല്ലാം ഞങ്ങളുടെ നയപരമായ കാര്യമാണ്, ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് ആരൊക്കെ ചിഹ്നത്തിൽ മത്സരിക്കണം, ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം പാലക്കാട്ടെ LDF-ന് സ്വന്തമാണ്. ഞാൻ വരാം.